ഹായ് ധനേഷ് ചേട്ടാ, കഴിഞ്ഞ വർഷം വെക്കേഷന് പോയപ്പോൾ ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകൾ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. അവർ പറഞ്ഞ അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും സ്കീമിൽ ജോയിൻ ചെയ്തു. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. വർഷം 2 ലക്ഷം രൂപയാണ് പേയ്മെന്റ്. ഇതൊരു ഗ്യാരണ്ടീഡ് പ്ലാൻ ആണോ? കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ പോയപ്പോൾ ബാങ്കിൽ നിന്നും ആകാം ഫിനാൻഷ്യൽ എക്സ്പെർട്സ് കാണാൻ വന്നിരുന്നു. അത് അവർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു ഒരു കമ്പൈൻഡ് പ്ലാനിൽ ജോയിൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു യൂലിപ്പ് സ്കീം ആവാനാണ് സാധ്യത. കാരണം അതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമല്ല, അതൊരു ഇൻഷുറൻസ് സ്കീമോ അല്ല. അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കമ്പൈൻഡ് സ്കീമിനെയാണ് അങ്ങനെ വിളിക്കുക. താങ്കൾക്ക് എന്താ വേണ്ടത്? താങ്കൾക്ക് ഒരു ടേം ഇൻഷുറൻസ് പോലെയുള്ള 1 കോടി 2 കോടിയൊക്കെ മിനിമം നമുക്ക് എന്തെങ്കിലും സംഭവിച്ച ഫാമിലിക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഓരോരുത്തർക്കും വേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു പ്രശ്നം ഈ സ്കീമിലുള്ളതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പറയാനും കിട്ടില്ല. കാരണം എന്താ, ഈ കമ്പനി വഴിയാണ് താങ്കൾ മ്യൂച്വൽ ഫണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ശതമാനം മാത്രമാണ് താങ്കൾക്ക് ലഭിക്കുക. താങ്കൾ ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിന്റെ പ്രയോജനം കംപ്ലീറ്റ് ആയിട്ട് താങ്കൾക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എവിടെയാണ്? ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലായിരുന്നു. താങ്കൾ ചെയ്യേണ്ട ഒരു ടൈം ഇൻഷുറൻസ് പോലെ നല്ലൊരു ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കമ്പൈൻ സ്കീമിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്ത് പ്ലാൻ ആണെന്ന് പോലും താങ്കൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. പ്രിയ സുഹൃത്തെ, പലപ്പോഴും പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ വരും. അവർ പറഞ്ഞു കേട്ട് സ്കീം എടുക്കാറുണ്ട്. അതൊക്കെ പഴയ സിസ്റ്റമാണ്. പുതിയ ജനറേഷൻ ആളുകളെങ്കിലും തീർച്ചയായിട്ടും പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾക്ക് മെച്ചമുണ്ടോ, എത്ര ശതമാനം റിട്ടേൺ ആണ്, എനിക്ക് ഇതിൽ കൂടുതൽ റിട്ടേൺ മാർക്കിൽ നിന്നും കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ പഠിച്ച് സ്റ്റഡി നടത്തിയിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം സ്കീമൊക്കെ ജോയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന ഏതെങ്കിലും സ്കീമിൽ ജോയിൻ ചെയ്താലും നമുക്ക് അതിന്റെ പ്രയോജനം കൃത്യമായി ലഭിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 ലക്ഷം രൂപ അടച്ചും ചെയ്ത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഉള്ളവരെങ്കിലും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾക്ക് താങ്കളുടെ ക്വസ്റ്റ്യൻ മൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു.